ഹായ് AR വോയിസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മായാത്ത് നെഹ്റു രാഷ്ട്രപിതാവിനൊപ്പം ഇന്ത്യയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുകയും സ്വാതന്ത്ര്യാനന്തരം രാജ്യത്തെ ആവിഷ്കരിക്കുകയും ചെയ്ത ജവഹർലാൽ നെഹ്റുവിൻ്റെ ഓർമ്മദിനമാണിന്ന്. അദ്ദേഹത്തിൻ്റെ വിനിയോഗത്തിന് ഇന്നേക്ക് 61 വർഷമാകുന്നു. ഇന്ത്യ എന്ന സങ്കല്പത്തെ ഏറ്റവും മനോഹരമായി പ്രയോഗവൽക്കരിച്ച നെഹ്റുവിൻ്റെ ആശയങ്ങൾ അട്ടിമറിക്കപ്പെടുന്ന ഇന്ന് ആ സ്മരണ പോലും പ്രധാനം. 1964 മെയ് 27 മരിക്കും വരെ 17 വർഷം പ്രഥമ പ്രധാനമന്ത്രിയായി രാജ്യത്തെ നയിച്ചു. ഗാന്ധിയെ കണ്ട ബാരിസ്റ്റർ 1889 നവംബർ 14 മോത്തിലാൽ നെഹ്റുവിൻ്റെ മകനായി അലഹാബാദിൽ ജനനം. ഇംഗ്ലണ്ടിൽ നിന്ന് ബാരിസ്റ്റർ ബിരുദമെടുത്ത് തിരിച്ചെത്തി അഭിഭാഷക വൃത്തിയിൽ. 1912 ബങ്കിപ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ, 1916 ലക്നൗ സമ്മേളനത്തിൽ ഗാന്ധിയെ കാണുന്നു. തുടർന്ന് ഇങ്ങോട്ട് ഗാന്ധിക്കൊപ്പം രണ്ടാമനായി സ്വാതന്ത്ര്യ സമര തീച്ചുളയിൽ. രാഷ്ട്രീയ പിൻഗാമി രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ അല്പനാളുകൾക്കകം മുൻനിരയിൽ. 1921 മുതൽ 1945 വരെ 9 വർഷം നെഹ്റു ജയിൽവാസം അനുഭവിച്ചു. നെഹ്റുവിനെ തന്റെ രാഷ്ട്രീയ പിൻഗാമിയായി ഗാന്ധിജി പ്രഖ്യാപിച്ചു. 1942 അവതരിപ്പിച്ച ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കി. ജയിൽവാസകാലത്ത് മകൾ ഇന്ത്യക്ക് അയച്ച ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ വിഖ്യാതമാണ്. ആധുനിക ഇന്ത്യയുടെ ശില്പി 1947 ഓഗസ്റ്റ് 15 ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു 1951, 52, 1987, 1962 തെരഞ്ഞെടുപ്പുകളിൽ വിജയം ആവർത്തിച്ച് ആധുനിക ജനാധിപത്യ ഇന്ത്യക്ക് അടിത്തറ പാകി. ദ്രുതഗതിയിലുള്ള വ്യാവസായികവൽക്കരണം, ശാസ്ത്ര പുരോഗതി, ആധുനികവൽക്കരണം എന്നിവയായിരുന്നു അദ്ദേഹത്തിൻ്റെ ദർശനം. IIT, IIM പോലുള്ളവ സ്ഥാപിക്കുകയുണ്ടായി. അനേകം അടിസ്ഥാന സൗകര്യ പദ്ധതികൾക്കും അദ്ദേഹം തുടക്കമിട്ടു. മതേതരത്വത്തിൻ്റെ കാവലാൾ മതനിരപേക്ഷതയുടെ തീവ്രമായ വക്താവായിരുന്നു. മതങ്ങളുടെ വൈവിധ്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഇന്ത്യ ഒരു മതനിരപേക്ഷ രാഷ്ട്രമായി തുടരുന്നുവെന്ന് ഉറപ്പാക്കി. അദ്ദേഹത്തിൻ്റെ നയങ്ങൾ വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ ഐക്യവും പ്രോത്സാഹിപ്പിച്ചു. ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം, മതേതരത്വം എന്നിവ ഇന്ത്യൻ സാമൂഹിക ക്രമത്തിൻ്റെ നെടുംതൂണുകളാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ചേരിചേരാ നയം ശീതസമരം കൊടുമ്പിക്കൊണ്ടിരിക്കുന്ന കാലം. വൻശക്തികളുടെ കിടമത്സരങ്ങളിൽ മൂന്നാം ലോക രാഷ്ട്രങ്ങളെ മാറ്റി നിർത്തി ചേരിചേരാ നയം എന്ന വിഖ്യാതമായ വിദേശ നയം ആവിഷ്കരിച്ച നെഹ്റു ഇന്ത്യയെ മൂന്നാം ലോകത്തിൻ്റെ നേതൃസ്ഥാനത്തെത്തിച്ചു. ജവഹർലാൽ നെഹ്റുവിനോടൊപ്പം യൂഗോസ്ലാവിയൻ പ്രസിഡന്റ് മാർഷൽ ടിറ്റോ, ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ നാസർ, ഇന്തോനേഷ്യൻ പ്രസിഡന്റ് സുകാർണോ എന്നിവരായിരുന്നു ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക നേതാക്കൾ.